സൂര്യ, ഇന്നത്തെ തിരച്ചിൽ അത് ഏത് രീതിയിലാണ് ഒരുക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സൂര്യ, കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ചാലിയാറിന്റെ ഇരുകരകളിലും സമഗ്രമായി കഴിഞ്ഞ ദിവസം ഈ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ചെറിയ ഭാഗം മനുഷ്യർക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ തിരച്ചിൽ വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിശീലനം നേടിയ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, 4 SOG, 6 ആർമി സൈനികരും അടങ്ങുന്ന 12 പേർ ഇന്ന് രാവിലെ 8 മണിക്ക് SKMG ഗ്രൗണ്ടിൽ നിന്നും എയർ ലിഫ്റ്റിംഗിലൂടെ ഈ സ്പോട്ടിൽ എത്തിച്ചേരും. അതായത് ഈ സൂചിപ്പാറയുടെ 2 വശങ്ങളിലായി എത്തിച്ചേരും. ഈ സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന ഇരു കരകളിലുമാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. അവിടെ നിന്നും മൃതശരീരങ്ങൾ അതായത് ലഭിക്കുമെന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിട്ടുള്ളത്. അവിടെ നിന്നും മൃതശരീരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെയധികം ഏറെയാണ്. അത്തരത്തിൽ മൃതശരീരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് പ്രത്യേക ഹെലികോപ്റ്റർ വഴി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനായി ഹെലികോപ്റ്റർ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങളും മന്ത്രി പറയുന്നുണ്ട്. ഇത് നേരത്തെ പരിശോധന നടത്താൻ പറ്റാതിരുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിന്റെ സഹായം തേടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സൂചിപ്പാറയിൽ തിരച്ചിൽ നടത്തുന്ന മേഖലയിൽ ഈ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളും കൂടി ഈ സന്ദർശനത്തിൽ എത്തിച്ചേരും. എന്നാൽ ഈ ഒരു സന്ദർശനത്തിൽ മാധ്യമ പ്രവർത്തകർക്കും മറ്റ് വളണ്ടിയർമാരും ഉൾപ്പെടെയുള്ളവർക്ക് ഈ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഈ സൂചിപ്പാറയിലോട്ടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി നമുക്കിപ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇത് ഈ മനുഷ്യ കേന്ദ്രീകൃതമായി പോകാൻ പറ്റാത്ത ഒരു ഇടമാണ്. ഈ സൺറൈസ് റാലിയിലെ ഈ തിരച്ചിലിനൊടുവിൽ ഈ മൃതദേഹം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ അധികൃതരുടെ നിഗമനം. നമുക്കറിയാം, ഈ തുടർച്ചയായ ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലെത്ത അധ്യായമാണ് ഈ ചൂരൽമല. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ. ഓരോ നിമിഷവും അതായത് മരണസംഖ്യ ഇങ്ങനെ കണക്കില്ലാതെ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. ചൂരൽമലയുടെ നിന്നുള്ള ഒരു വിവരങ്ങളും നിലയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും ഇന്നത്തെ തിരച്ചിൽ നിർണായകമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് എന്നാണ് ഈ മന്ത്രിസഭയിലെ ആളുകൾ, അതായത് കെ രാജൻ അടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഹെലികോപ്റ്ററിന്റെ സഹായവും തേടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യവും നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാൻ സാധിക്കുന്നുണ്ട്. വീണ, വ്യക്തമാണ്. സൂര്യ സുജിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.